ഡിയർ ക്ലാസ്, ഇന്ന് നമുക്ക് അതർ സോഴ്സസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതിലടുത്ത് നമുക്ക് അറിയേണ്ടത് വാട്ട് ആർ ദ ഡിഡക്ഷൻസ് ദാറ്റ് വി ക്യാൻ മെയ്ഡ് ഓർ ദാറ്റ് വി ക്യാൻ അലൗ ഫ്രം ദാറ്റ് ടാക്സബിൾ ആയിട്ടുള്ള അതർ സോഴ്സ് ഇൻകംസ് നമ്മൾ ഇന്നലെ കണ്ടു. ജസ്റ്റ് വൺ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. അതിൽ നമുക്ക് വരുമ്പോൾ ഏതൊക്കെയായിട്ട് ടാക്സബിൾ ആയിട്ടുള്ള ഓരോ ഐറ്റംസും നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു, എത്രയാണ് ടാക്സബിലിറ്റി നോക്കിയിട്ട് ആഡ് ബാക്ക് ചെയ്യുന്നു. ദെൻ ഫ്രം ദാറ്റ് ആസ് ഇൻ ഓൾ അതർ ഹെഡ്സ് ഓഫ് ഇൻകംസ് വി ക്യാൻ ഹാവ് എ ഡിഡക്ഷൻ, വി ക്യാൻ ഹാവ് സം ഡിഡക്ഷൻസ്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വിച്ച് ആർ ദോസ് ഡിഡക്ഷൻസ് അലവബിൾ അണ്ടർ ദിസ് ഹെഡ്. സോ ദീസ് ആർ ദ ഡിഡക്ഷൻസ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എനി റീസണബിൾ സം പെയ്ഡ് ബൈ വേ ഓഫ് കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ. അപ്പോൾ നമ്മൾ അതർ സോഴ്സ് ഇൻകംസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇഫ് വി ഹാവ് അസൈൻഡ് ദ ഡ്യൂട്ടി ടു സം അതർ ബാങ്ക്സ് ഓർ ഏജൻസ്, അവരെന്തെങ്കിലും കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വി ക്യാൻ ക്ലെയിം ആസ് എ ഡിഡക്ഷൻ ഹിയർ. അത് അതിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. നമുക്കറിയാം എല്ലാ ഹെഡ്സിലും ഓരോ ഡിഡക്ഷൻ ഉണ്ടല്ലോ, അതേപോലെ ഇവിടെയും നമുക്ക് ഡിഡക്ഷൻസ് ആർ അലവബിൾ. അതുപോലെ എന്തെങ്കിലും ടാക്സബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീതെ കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് ഈസ് ഓൾസോ ഡിഡക്റ്റബിൾ. അപ്പോൾ ഇത് നോട്ട് ഡൗൺ ചെയ്യുക. ഓൾറെഡി നമ്മളിതിൻ്റെ തിയറി നോട്ട് ഡൗൺ ചെയ്തിട്ടുള്ളതാണ്. സോ അത് നന്നായിട്ട് വായിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ഡിഡക്ഷൻസ് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ അതിൽ പ്രധാനപ്പെട്ടത് എന്തെങ്കിലും മെഷീനറി ലെറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മെഷീനറിക്ക് വേണ്ടി വന്നിട്ടുള്ള അതിൻ്റെ റിപ്പയർസ് ഓർ ഇൻഷുറൻസ് പ്രീമിയം ഓർ ഡിപ്രീസിയേഷൻ വാട്ടെവർ അതിൻ്റെ റിലേറ്റഡ് എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ സബ്ലെറ്റിങ്ങിലും ഇതേപോലെ തന്നെ മെഷീനറി എന്തെങ്കിലും സംതിങ് സം അസറ്റ്സ് ഓർ പ്രോപ്പർട്ടീസ് ഹാവ് നമ്മൾ സബ്ലെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് എക്സ്പെൻഡിച്ചേഴ്സും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ അഞ്ചാമത്തെ ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. അഞ്ചാമത്തേൽ ഫാമിലി പെൻഷൻ ഐറ്റംസ് എന്തെങ്കിലും ഇൻകംസ് എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടൊരു ഡിഡക്ഷൻ ഉണ്ട്. അതിൽ ആ ഫാമിലി പെൻഷൻ ഇൻകത്തിൻ്റെ 1/3 ഓർ ₹15,000 വിച്ച് എവർ ഇസ് ലെസ് നമുക്ക് അലവബിൾ ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ മറ്റെന്തെങ്കിലും ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ, എട്ടാമത്തെ ഐറ്റം നോക്കൂ. എക്സ്ക്ലൂസീവ്ലി നമ്മൾ ജസ്റ്റ് ഫോർ ദ പേർപ്പസ് ഓഫ് ഏർണിംഗ് സച്ച് ആൻ അതർ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ്ലി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് റീസണബിൾ വി മേ ഡിഡക്റ്റ് ഇറ്റ് എന്ന് വെച്ചിട്ട് ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള പോലെ വിന്നിങ് ഫ്രം ലോട്ടറി ഓർ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഒന്നും ഡിഡക്റ്റബിൾ അല്ല. അപ്പോൾ പ്ലീസ് ടേക്ക് നോട്ട് ഓഫ് ദീസ് ഡിഡക്ഷൻസ് വിച്ച് ആർ അലവബിൾ. അപ്പോൾ ഇനിയുള്ള പ്രോബ്ലംസിൽ നമുക്ക് ഡിഡക്ഷൻസും കൂടി ഉണ്ടാകാം. അപ്പോൾ 2 പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ സിമ്പിളായിട്ടുള്ള 2 പ്രോബ്ലംസ് ആണ്. അതിൽ ഐറ്റംസ് ഓരോന്ന് നോക്കാം. ഡയറക്ടേഴ്സ് ഫീസ് അത് നമുക്ക് ടാക്സബിൾ ആണ്. അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ ദാറ്റ് ഈസ് എക്സെപ്റ്റ്, വി നോ ദാറ്റ്. ദെൻ അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ശ്രീലങ്ക ദാറ്റ് ഈസ് ടാക്സബിൾ. ഇന്ത്യക്കകത്തല്ലാത്ത എല്ലാ അഗ്രികൾച്ചറൽ ഇൻകംസും ടാക്സബിൾ ആണ്. ഇന്ത്യൻ കമ്പനി ഡിവിഡൻറ്റ് ദാറ്റ് ഈസ് എക്സെപ്റ്റ്, whereas a dividend from a foreign company as well as dividend from a cooperative society are taxable. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. റോയൽറ്റി ഇൻകം 1 lakh. Within bracket it is given that ₹30,000 expended. So from that 1 lakh we can have a deduction of 30,000 because our royalty income earn ചെയ്യാൻ വേണ്ടി genuinely expend ചെയ്തിട്ടുള്ളതാണ് 30,000. അതുകൊണ്ട് ആ 30,000 നമുക്കിവിടെ ഡിഡക്റ്റ് ചെയ്യാം. ഓണറേറിയം ഫ്രം ലെക്ചേഴ്സ് ഇസ് എ ടാക്സബിൾ ഇൻകം. വിന്നിങ്സ് ഫ്രം ഹോഴ്സ് റേസ് അതോട് തന്നിട്ടുണ്ട്. ബ്രാക്കറ്റ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് എ ഗ്രോസ് എമൗണ്ട്. സോ നമുക്കതിനെ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട കാര്യമില്ല. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് എന്നോ എമൗണ്ട് ഗിവൺ ആണ്, അങ്ങനെ ഗ്രോസ് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ലെങ്കിൽ റിസീവ്ഡ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഗ്രോസ് ഇറ്റ് അപ്പ്. എങ്ങനെ ഗ്രോസ് അപ്പ് ചെയ്യാം? ദാറ്റ് എമൗണ്ട് ഇൻറ്റു 100/70 വെച്ച് നമുക്ക് ഗ്രോസ് അപ്പ് ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ ഇവിടെ ഗ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ 40,000 ഫുള്ളായിട്ടും എടുത്തെഴുതാവുന്നതാണ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ആർ ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അതർവൈസ് നമുക്കറിയാം ഏതൊക്കെയാണ് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്നുള്ളത്. ഇവിടെ വെറുതെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. സോ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ കംസ് ടു 2,46,300. അപ്പോൾ അത് നിങ്ങൾക്കത് നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. മിസ്റ്റർ തോമസ് ഹി ഹാസ് ദ ഫോളോയിങ് ഇൻകംസ്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ ആസ് എച്ച് ഇത് വെറുതെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ദോസ് ആർ ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. സോ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. നമ്മൾ ആസ് എച്ച് എടുത്ത് എഴുതുന്നു. വേറെ ഗ്രോസിങ് അപ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നമ്മളൊന്നും ചെയ്യേണ്ട. എത്രയാണ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ എടുത്തെഴുതാൻ മാത്രം ചെയ്താൽ മതി. നെക്സ്റ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ ലോക്കൽ അതോറിറ്റി. സോ ഇറ്റ് ഈസ് നോട്ട് എ ഗവൺമെൻറ് സെക്യൂരിറ്റി, ഇറ്റ് ഈസ് എ കമേഴ്ഷ്യൽ സെക്യൂരിറ്റി ഓർ എ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി. വെറുതെ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി ഓർ എ ലെസ് ടാക്സ് കമേഴ്ഷ്യൽ സെക്യൂരിറ്റി ആണ്. ലെസ് ടാക്സ് കമേഴ്ഷ്യൽ സെക്യൂരിറ്റീസിൽ എമൗണ്ട് റിസീവ്ഡ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്.
ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, 7200 രൂപ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളതിനെ ഗ്രോസ് അപ്പ് ചെയ്യേണ്ടതാണ്. ദാറ്റ് ഈസ് 7200 ഇൻറ്റു 100/90 ചെയ്യണം. ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് റിസീവ്ഡ് തന്നാൽ മാത്രമേ ഗ്രോസ് അപ്പ് ചെയ്യേണ്ടതുള്ളൂ. അടുത്തത് നോക്കൂ, ഡിബഞ്ചേഴ്സ് ഓഫ് വായുദൂത് ലിമിറ്റഡ്. ഇതും ഒരു നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ്, അതും ലെസ് ടാക്സ് തന്നെയാണ്. ഇവിടെയും നമുക്ക് 14,400 എമൗണ്ട് റിസീവ്ഡ് ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് അതിനെ ഗ്രോസ് അപ്പ് ചെയ്യേണ്ടതാണ്. അടുത്തത് നോക്കൂ, ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് പവിത്ര ലിമിറ്റഡ്. ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി ആണിത്. പവിത്ര ലിമിറ്റഡ് ഈസ് എ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി, ലിമിറ്റഡ് ഈസ് എ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. അപ്പോൾ അവരുടെ ഡിബഞ്ചേഴ്സ് ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് എന്ന് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ദിസ് ഈസ് എ ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി. സോ അത് ഓൾ ദ കേസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടാണെങ്കിലും എമൗണ്ട് റിസീവ്ഡ് തന്നിട്ടാണെങ്കിലും യു നീഡ് ടു ഗ്രോസ് ഇറ്റ് അപ്പ്. സോ 36,000 ഇൻറ്റു 100/90 ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കാനായിട്ട്. നെക്സ്റ്റ് ഈസ് ഇൻകം ഫ്രം നോട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ട് ആണ്. ദാറ്റ് ഈസ് ഓൾവേസ് എക്സെംപ്റ്റഡ്. ഇൻട്രസ്റ്റ് ഫ്രം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഈസ് ഓൾസോ എക്സെംപ്റ്റഡ്. ദെൻ ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഉണ്ട് 6,000. അതിലൊരു 2,000 റെൻറ്റ് ഇസ് പെയ്ഡ്. സോ ദാറ്റ് റെൻറ്റ് പെയ്ഡ് എമൗണ്ട് ക്യാൻ ബി ഡിഡക്റ്റഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്തിരിക്കുന്നത് നോക്കാം. ആസ് എ ഫസ്റ്റ് ഐറ്റം എടുത്തെഴുതിയിരിക്കുന്നു. പിന്നെയുള്ള 3 കേസസിലും ഗ്രോസിംഗ് അപ്പ് വന്നിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് എക്സെംപ്റ്റ് ആണ്, പോസ്റ്റ് ഓഫീസ് എക്സെംപ്റ്റ് ആണ്. സബ്ലെറ്റിംഗ് നമുക്ക് അവിടെ തന്നെ 6,000-ൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഡിഡക്ഷൻ കാണിക്കണം എന്നില്ല, ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിലും നമുക്ക് വേണമെങ്കിൽ ഡിഡക്ഷൻ കാണിക്കാവുന്നതാണ്. സോ അത്രയും മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് കംസ് ടു 4,000. ടോട്ടൽ ഇൻകം കംസ് ടു 82,000. സോ ഇങ്ങനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി കമ്മിങ് സ്ലൈഡ്സിൽ പ്രസൻറ്റേഷൻസിൽ നമുക്ക് കുറച്ചും കൂടി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. സോ വിത്ത് ദിസ് ഐ വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻസ്. ഓക്കെ, താങ്ക് യു.